ടിപ്പർ ലോറികൾ വില്ലന്മാരാകുമ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് ഉണരും, മോട്ടോർ വാഹന വകുപ്പ് ഉണരും, MVD ഉണർന്ന് അവരെ കുറച്ച് റെയ്ഡ് ചെയ്തൊക്കെ പിടിക്കും. അവരെ പിടിക്കുന്നത് മാത്രമല്ല, പിഴ അടയ്ക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയുണ്ടായി. ഇപ്പോൾ പുത്തൂർ ആ ഭാഗത്ത് പത്തനാപുരത്ത് ഒരു യുവാവ് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ടിപ്പർ ഇടിച്ചു മരിച്ചു. മുമ്പ് ടിപ്പർ ലോറികൾ കേരളത്തിൽ സജീവമാകുന്ന സമയത്ത് കുറേയധികം കർശന നിയന്ത്രണങ്ങൾ ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. സ്കൂൾ സമയത്ത് രാവിലെ 9 മണി, രാവിലെ 7 മണി മുതൽ രാത്രി ഇത്ര സമയം വരെ പ്രധാന റോഡുകളിലൂടെ ടിപ്പർ, അതിൽ ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ അതൊന്നും ഓടിക്കാൻ പാടില്ല. കാരണം ഒന്ന് ട്രാഫിക് പ്രോബ്ലം, മറ്റൊന്ന് സ്കൂൾ കുട്ടികളുടെ സുരക്ഷ, വഴിയാത്രക്കാരുടെ സുരക്ഷ, ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. പിന്നെ ഇതിന് വേഗത നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്ര വേഗത്തിലധികം പോകരുത്, ഇത്ര വെയിറ്റ് ഒക്കെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കാലം കഴിഞ്ഞു പോകുന്തോറും ആ നിയമത്തിന്റെ നടത്തിപ്പ്, എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയായി, ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയായതുകൊണ്ട് ഒരു പരിശോധനയുമില്ല. നമുക്കറിയാം, ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി കല്ലും മണ്ണും ഒക്കെ അടിക്കുന്ന ടോറസുകൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. നമ്മുടെ കൊച്ചു ഇടവഴികളിലൂടെ പോലും ടിപ്പറുകൾ മരണപ്പാച്ചിൽ പാഞ്ഞു പോകുന്നുണ്ട്. ഇത് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ റോഡിലിട്ട് തുടങ്ങിയത്. ടിപ്പറുകളുണ്ട്, ഭാരം വലിച്ചു കൊണ്ടുപോകുന്ന ട്രക്കുകളുണ്ട്. ഇതൊക്കെ കൃത്യമായി സർവീസ് നടത്തുന്നുണ്ട്, അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പൊ കൊട്ടാരക്കര സംഭവിച്ചത് എന്താണ്? അമിതമായ ലോഡ് കയറ്റി വന്ന ലോറി ബ്രേക്ക് കിട്ടാതെ ബൈക്കിൽ ഇടിച്ചു, തെന്നി നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയാണ് 3 ജീവനുകൾ നഷ്ടമായത്. അതിനകത്ത് ആ 10ാം ക്ലാസ്സുകാരന്റെ വാർത്തയൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ നെഞ്ച് ഉലഞ്ഞു പോകും. അത്രമാത്രം കണ്ണീര് ഉള്ളിലടക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ആ വാർത്തയൊക്കെ കാണാനും കേൾക്കാനും വായിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ടിപ്പർ ലോറി മരണപ്പാച്ചിൽ പായുന്നത്? ഈ അപകടം ഉണ്ടാകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം, സാമൂഹിക ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം ഇതിനെതിരെ നടപടി സ്വീകരിച്ചാൽ മതിയോ എന്ന് നമ്മൾ ഉണർന്ന് ചിന്തിക്കണം. തീർച്ചയായും അതല്ല, ഈ നടപടികൾ എപ്പോഴും ഉണ്ടാകണം. നിയമം കടലാസിൽ മാത്രം പോരാ, അത് പ്രാബല്യത്തിൽ വരണം. ഈ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അല്ലെങ്കിൽ 7 മണി വരെ ടിപ്പർ ലോറികൾ നിരത്തിൽ ഇറക്കാൻ പാടില്ല. രാത്രി അവർ സർവീസ് നടത്തി സാധനങ്ങൾ ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യട്ടെ. അങ്ങനെ ഒരു നിയമം കർശനമാക്കി നടപ്പില്ല. പിന്നെ ഫിറ്റ്നസ്, ഈ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുത്ത് പലപ്പോഴും ദേശീയപാത നിർമ്മാണത്തിലും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ മേഖലകളിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന, മണ്ണും കല്ലും കമ്പിയും ഒക്കെ കൊണ്ടുപോകുന്ന ലോറികൾക്ക്, വലിയ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുക്കുമ്പോൾ അധികൃതർ കൃത്യമായി വാഹനം പരിശോധിക്കാറില്ല എന്നതാണ് മറ്റൊരു വസ്തുത, ഞെട്ടിക്കുന്ന വസ്തുത. വാഹനങ്ങൾ കാണുക പോലുമില്ല, ഫിറ്റ്നസ് കൊടുക്കും. കാരണം അത്യാവശ്യമാണ്, ദേശീയപാത വികസനമൊക്കെ ദ്രുതഗതിയിൽ നടക്കണം. അതുകൊണ്ട് കണ്ണടച്ചു കൊടുക്കും. ഇങ്ങനെ കണ്ണടയ്ക്കുന്നതാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്. അധികൃതർ ഇനിയെങ്കിലും അപകടം വരാൻ കാത്തു നിൽക്കാതെ അതിനു മുന്നേ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ച് ടിപ്പറിനൊക്കെ വേഗപ്പൂട്ട് ഏർപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കട്ടെ.